എറണാകുളം ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ 13-കാരനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. തേവര കസ്തൂർബ നഗർ സ്വദേശി മുഹമ്മദ് ഷിഫാനെയാണ് കാണാതായത്. ഇടപ്പള്ളിയിലെയും സമീപ പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം. പതിവ് സമയം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതായതോടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് കുട്ടി വൈറ്റില ഭാഗത്തേക്ക് പോയതായാണ് സൂചന. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അമൽ, അത്ര നല്ല വാർത്തയല്ല രാവിലെ പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളത് അറിയാം. എങ്കിലും ഈ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന പോലീസിന് നിലവിൽ ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ ഈ CCTV ദൃശ്യം ഒഴിച്ചാൽ മറ്റ് വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിനായിട്ടുണ്ടോ? പ്രവിത, പ്രജിൻ, ഏതായാലും ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് രാവിലെ പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ രാത്രി 24 ഈ വാർത്ത നൽകിയപ്പോഴും ഇതേ ആശങ്ക തന്നെ നമുക്കുണ്ടായിരുന്നു. കാരണം ഇന്നലെ രാവിലെയാണ് മുഹമ്മദ് ഷിഫാനെ കാണാതാകുന്നത്. പിന്നീട് 5 മണിക്കൂറിന് ശേഷമാണ് കുട്ടി പതിവായി വീട്ടിൽ തിരിച്ചെത്തുന്ന ആ ഒരു സമയത്തും കാണാതായപ്പോഴാണ് രക്ഷിതാക്കൾ ഈ വിവരം അറിഞ്ഞതും പോലീസിനെ സമീപിക്കുന്നതും എളമക്കര പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം തുടങ്ങുന്നതും. പക്ഷേ ഇത്ര നേരം കഴിഞ്ഞിട്ടും ഈ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും കണ്ടെത്തുക എന്നല്ലെങ്കിൽ കുട്ടിയുള്ള സ്ഥലത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഏതായാലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് മൂവാറ്റുപുഴ ഭാഗം കേന്ദ്രീകരിച്ചാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും കുട്ടിയുടെ പിതാവും ബന്ധുവും പോലീസുകാർക്കൊപ്പം തന്നെയുണ്ട്. ഇന്നലെ തന്നെ ഈ വിവരം പുറത്തു വന്നിരുന്നു. അതായത് വാഴക്കാല ഭാഗത്ത് നിന്ന് ഒരു സ്വകാര്യ ബസ്സിൽ സ്കൂൾ യൂണിഫോം ധരിച്ച ഒരു കുട്ടി മൂവാറ്റുപുഴയിൽ ചെന്ന് ഇറങ്ങി എന്നൊരു വിവരം പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്ന് ഈ ബസ്സിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. പക്ഷേ നിലവിൽ ഈ ബസ് ഉള്ളത് തൊടുപുഴയ്ക്കപ്പുറം കുറച്ച് റേഞ്ച് കുറഞ്ഞ ഒരു ഭാഗത്താണ്. അതിനാൽ ഈ CCTV ദൃശ്യങ്ങൾ എടുത്ത് അയച്ചു കൊടുക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഈ ബസ്സുമായി കുറെ കൂടി അടുത്ത് നിൽക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കും. അതിനുശേഷം CCTV ദൃശ്യങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്നലെ ഇടപ്പള്ളി അല്ലമീൻ സ്കൂളിൽ നിന്ന് 9 മണിക്ക് നടന്ന പരീക്ഷ എഴുതി 9:30 അതിവേഗത്തിൽ പരീക്ഷ എഴുതി തീർത്ത് പുറത്തിറങ്ങി ഈ അല്ലമീൻ സ്കൂളിന് പുറത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് പിന്നീട് അവിടെ നിന്നും കുറച്ച് നടന്ന് ലുലുവിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് ഈ കുട്ടി ഇടപ്പള്ളി ടോൾ ഭാഗത്തേക്ക് പോയിട്ട് തിരിച്ച് നടക്കുന്നതായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വൈറ്റില ഭാഗത്തേക്ക് പോയി എന്നൊരു അനുമാനത്തിലായിരുന്നു ഇന്നലെ പോലീസ് ഉണ്ടായിരുന്നത്. ഏതായാലും ഈ കുട്ടി ഒറ്റയ്ക്കാണോ അതല്ല ആരെങ്കിലും ഈ കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ചെല്ലാം കുറെ കൂടി വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അത് വരും മണിക്കൂറുകൾ വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളിലേക്കും അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്കും ഇതിനോടകം വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനടി എളമക്കര പോലീസിനെ വിവരം അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ വാഴക്കാലയിൽ നിന്ന് പോയ കുട്ടിയും ഈ മുഹമ്മദ് ഷിഫാൻ തന്നെയാണോ എന്ന് പോലീസിന് ഇപ്പോഴും സംശയമുണ്ട്. കാരണം മുഹമ്മദ് ഷിഫാൻ ഇറങ്ങുമ്പോൾ കുട്ടിയുടെ പുറത്ത് ഒരു കറുത്ത ബാഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വാഴക്കാലയിൽ നിന്ന് മൂവാറ്റുപുഴ വരെ പോയ കുട്ടിയുടെ കയ്യിൽ ബാഗോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് കണ്ടക്ടർ പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിലും ഒരു സംശയമുണ്ട്. ഏതായാലും വളരെ ആശങ്കാജനകമായിട്ടുള്ള വരും മണിക്കൂറുകളാണ് പോകുന്നത്. കാരണം ഒരു കുട്ടി ഇന്നലെ രാവിലെ കാണാതായതാണ്. ഇന്ന് രാവിലെയായിട്ടും കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പ്രവിത, പ്രജിത്ത്. ശരി, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.